ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുന്തിരി കൊണ്ടുണ്ടാക്കുന്ന അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുൻപ് ആദ്യമായിട്ട് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒരു 350 ഗ്രാം അളവിൽ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു അരമണിക്കൂറോളം ഒന്നിങ്ങനെ വെച്ചെടുക്കുന്നുണ്ട്. കാരണം ഒത്തിരി വിഷമടിച്ചിട്ടൊക്കെയാണല്ലോ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ രീതിയിൽ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടെടുത്താൽ നമ്മൾക്ക് കുറച്ചൊക്കെ വിഷമൊക്കെ മാറി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾക്ക് ഈ മുന്തിരിയില ഒന്ന് രണ്ടായിട്ട് നമ്മൾക്ക് പിളർന്നെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പിളർന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത് നമുക്ക് അച്ചാർ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നല്ലെണ്ണയിലും അച്ചാർ തയ്യാറാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അച്ചാറിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെ പകുതി അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ നമ്മളുടെ അച്ചാറിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് 1 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള ഉണ്ട പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമ്മൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ കാന്താരി ഉണ്ടെങ്കിൽ നമുക്ക് കാന്താരി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്തെല്ലാം ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ മുളക് പൊടി കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഞാനിവിടെ അല്പം തിളപ്പിച്ചാറിയ ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് അളവിൽ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയും നമ്മൾക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സാധാരണ സാമ്പാർ കായമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടിയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ എടുത്തിട്ടുള്ള മുന്തിരിയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള മുന്തിരി അധികം പുളിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയും ശർക്കരയും ചേർക്കുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അച്ചാറിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഡിഫറൻസ് ആവും, കുറച്ചും കൂടി ടേസ്റ്റി ആവും. അതിനുശേഷം പിന്നീട് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള മുന്തിരി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റോളം മാത്രം കുക്ക് ചെയ്താൽ മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി കൊണ്ടുള്ള അച്ചാർ നമ്മൾക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പമാണ് നമ്മൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറും കൂടി ആയിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എൻ്റെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.